ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാച്ചുറലായിട്ട് നല്ല അടിപൊളി ഹെയർ ഓയിലാണ് കേട്ടോ. നാച്ചുറലായിട്ടെന്ന് വെച്ചാൽ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇത് കാച്ചാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ വിടാണ്ട് നിന്ന് ഇളക്കണം. പക്ഷെ എന്നാലും ഇപ്പം എന്തോ ഒരു പ്രശ്നമില്ല, കാരണം നമുക്ക് കിട്ടുന്ന ഹെയർ ഓയിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ കുഞ്ഞിലേ തൊട്ട് ഈ എണ്ണ കേട്ടോ തേച്ചുകൊണ്ടിരുന്നത്. അന്ന് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനത് പിന്നെ വെട്ടി ഡൊണേറ്റ് ഒക്കെ ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് കാലത്ത് ഈ എണ്ണയൊക്കെ നിർത്തി അങ്ങോട്ട്. പിന്നെ ഇപ്പം മുടി അങ്ങനെ വളരുന്നില്ല. അപ്പം എനിക്കും പിന്നെ ഒരു ആഗ്രഹം മുടി ഒന്നുകൂടി നീട്ടണം. അപ്പം ഞാൻ മമ്മീനോട് പറഞ്ഞപ്പോൾ മമ്മി എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ ഈ സീക്രട്ട്. അപ്പം ഇനി വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നന്നായിട്ട് ഹെയർ കെയർ ഒക്കെ ചെയ്യാം, നല്ലപോലെ മുടി നീട്ടാന്ന്. അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നല്ലൊരു എണ്ണ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണല്ലോ. ഞാൻ ഈ എണ്ണ ഒരു 5 വയസ്സുള്ളപ്പം തൊട്ട് തേക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. നമ്മൾ കയ്യോന്നി ചെടിച്ചട്ടിയിലാണ് കേട്ടോ നട്ട് വളർത്തിയിരിക്കുന്നത്. നമുക്ക് 2 നല്ല വലിയ മുഴുത്ത ചോടുണ്ടായിരുന്നു, അതിൻ്റെ വിത്തുകളാണ് ഇത്. അത് വീണ്ടും നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് തന്നെ പാകി കൊടുക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വീണ്ടും കിളുത്ത് വരുമ്പോൾ യൂസ് ചെയ്യാമല്ലോ. ഇതിൻ്റെ ഇലയും തണ്ടും പൂവും ഒക്കെ യൂസ് ചെയ്യാവേ. ഇതിൻ്റെ വേര് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇത് നന്നായി കിട്ടുന്ന സ്ഥലങ്ങളിലുള്ളവരാണെങ്കിൽ വേരും കൂടി എടുക്കാവേ. ഞാനാണെങ്കിൽ വേര് അതിൻ്റെ ചോട്ടിൽ തന്നെ നിർത്തിയിട്ടുണ്ട്, കാരണം അതിൽ നിന്ന് വീണ്ടും പുതിയ ശിഖരങ്ങൾ ഉണ്ടായി വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. പിന്നെ ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ കിട്ടാനുണ്ടെങ്കിൽ ഒരു 10-15 ചെമ്പരത്തിപ്പൂ എടുക്കാം. 5 എണ്ണം ഏറ്റവും കുറഞ്ഞത് 5 എടുക്കുക കേട്ടോ. പിന്നെ നല്ല ജെല്ലുള്ളതാണ്, നല്ല മുഴുത്ത ഒരു ആലോവേറ മതി. എനിക്ക് അത് ഇച്ചിരി ശോഷിച്ചതായിരുന്നു, അതുകൊണ്ട് ഞാനൊരു 3-4 തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആലോവേറ. കറിവേപ്പില കുറച്ചധികം കൂടി എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ ആകെ 2 തണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. കുറച്ചധികം എടുക്കാം. ജലദോഷം നീരിറക്കമൊന്നും വരണ്ടെന്ന് കരുതി ഞാൻ തുളസിയില എടുത്തിട്ടുണ്ട്, 1 പിടി തുളസിയില എടുത്തിട്ടുണ്ട്. 4 നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ കരിഞ്ജീരകം ഉണ്ട് കേട്ടോ. കരിഞ്ജീരകം, പിന്നെ തലേദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണ് ഇത്. തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വരും. പിന്നെ ഞാൻ തുളസിയോടൊപ്പം തന്നെ പനിക്കൂർക്കയുടെ ഇലയും ചേർക്കുന്നുണ്ട്. ഇതും ഒരു പനിക്കൂർക്ക തന്നെയാണ് കേട്ടോ. എനിക്ക് മറ്റേതിൻ്റെ ഇല കുറവായതുകൊണ്ട് ഇത് 2ഉം കൂടി ഞാൻ എടുത്തതാണ്. ചെറിയുള്ളി ഒരു 5-10 ചെറിയുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി മുടി വളരാൻ വളരെ നല്ലതാണ്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അരയണമെന്നൊന്നുമില്ല, പക്ഷേ ഞാൻ കുറച്ച് പേസ്റ്റായി പോയി. ഞാൻ അരച്ചപ്പോൾ ആ അലോവേറയുടെ ജ്യൂസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കുറച്ച് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്തത് കാരണമാണ് കേട്ടോ ഞാനിത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇരുമ്പ് ചട്ടിയാണ്. ഞാൻ 1 ലിറ്റർ എണ്ണയ്ക്കാണ് കേട്ടോ ഈ കൂട്ടുകൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് മൈലാഞ്ചി കിട്ടുകയാണെങ്കിൽ അത് ഇടാം കേട്ടോ. മൈലാഞ്ചി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ സഹായിക്കും. പിന്നെ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കാം. എൻ്റെ കയ്യിൽ ഇതില്ലായിരുന്നു, അതുകൊണ്ട് ഉള്ളത് വെച്ച് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ കുറച്ച് എണ്ണയിലേക്ക് ഈ നമ്മൾ അരച്ച് വെച്ച കൂട്ടിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ബാക്കി എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കുന്ന കാരണം ഞാൻ എണ്ണയെല്ലാം ഒന്നിച്ചാണ് കേട്ടോ ഇട്ടത്. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് തിളച്ച് നന്നായി തിളച്ച് വരുന്നവരെ നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലിടും. അതിന് ശേഷം കുറച്ച് ഒന്ന് ലോ ആക്കി കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ സിമ്മിലിട്ടിട്ടാണ് ഇത് ചൂടാക്കി എടുക്കുന്നത്. നല്ല ഫ്രൈ ആയി വരുന്നത് വരെ ഇതിനകത്തെ ഈ കൂട്ടുകളൊക്കെ ഫ്രൈ ആകുന്നവരെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. സിമ്മിലായാലും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. സിമ്മിലായതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഡാൻഡ്രഫിൻ്റെ ശല്യമുള്ളവർക്ക് ആര്യവേപ്പിൻ്റെ ഇലയും കൂടി 1 പിടി ആര്യവേപ്പിൻ്റെ ഇലയും കൂടി ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാം കേട്ടോ. നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ തുളസിയിലയും പനിക്കൂർക്കയും ഇല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്കൊരു 5-10 കുരുമുളക് ചതച്ചിടാം കേട്ടോ. കുരുമുളക് ചതച്ചിടുന്നത് വഴിയും നമുക്ക് നീരിറക്കം വരാതിരിക്കാൻ സഹായിക്കുകയും ഇത് നല്ല എഫക്റ്റീവായ ഒരു ഓയിലാണ് കേട്ടോ. മുടി കൊഴിച്ചിലിനായാലും മുടി വളർച്ചയ്ക്കായാലും വളരെ നല്ലതാണ്. മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഇത് നിങ്ങൾക്ക് സഹായിക്കും കേട്ടോ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മോളുടെ മുടിക്കാണെങ്കിൽ നല്ല കറുപ്പ് നിറം ഇല്ലായിരുന്നു കേട്ടോ, ഒരു ചെമ്പൻ മുടിയായിരുന്നു. അങ്ങനെ ഞാനത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ട്രൈ ചെയ്യണം കേട്ടോ. അതിന് ശേഷമാണ് കേട്ടോ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടിയത്. ഇപ്പോൾ നല്ല മുടിയായി, നല്ല കറുപ്പ് നിറമുള്ള നല്ല വണ്ണമൊക്കെ ഉള്ള മുടിയായി വന്നിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ ഈ എണ്ണയുടെ കളറൊക്കെ മാറി എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയമാകുമ്പോഴത്തേക്കും തിളയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ആയോ എന്നറിയാൻ വേണ്ടി അതിൻ്റെ അരപ്പ് എടുത്തിട്ട് കയ്യിൽ ആക്കി നോക്കുക. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ.
തരിതരിപ്പുണ്ടാവും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനാണെങ്കിൽ ഈ ഓഫ് ചെയ്ത് ഇന്നൊരു ദിവസം മുഴുവനും ഈ പാത്രത്തിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. നാളെയാണ് ഇതിനെ ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നത്. ഇതിനെ ഫിൽറ്റർ ചെയ്ത് മാറ്റുമ്പോൾ നമ്മളൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നല്ല എയർ ടൈറ്റ് ആയുള്ള ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിക്കുക. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്യണം. മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുക. അധികം കട്ടിയായ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടി നമ്മൾ കല്ലിൽ അരച്ച് അല്ലെങ്കിൽ മിക്സിയിൽ അരിച്ച് അതിൻ്റെ താളി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഈ എണ്ണ യൂസ് ചെയ്യുന്നത് കുളി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. കുളി കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ എണ്ണ എടുത്തിട്ട് നന്നായി ഫിംഗർ ടിപ്പിലാക്കി മസാജ് ചെയ്ത് ഓവർനൈറ്റ് തലയിൽ വെക്കാനാണ്. ഈ എണ്ണയാണ് കേട്ടോ ഞാൻ 5 വയസ്സുള്ളപ്പം തൊട്ട് മോൾക്ക് തേച്ച് കൊടുക്കുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് തേക്കാൻ സാധിക്കും, കുഴപ്പമൊന്നുമില്ല. ഞാൻ മോനും തേച്ച് കൊടുക്കുന്നത് ഇത് തന്നെയാണ്. മോന് 10 വയസ്സാണ്. മോന് നല്ല കറുപ്പും നല്ല തിക്കുള്ള നല്ല മുടിയാണ് കേട്ടോ ഉള്ളത്.